ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവ ഇഷ്ടം എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം ദൈവത്തിൻ്റെ ഇഷ്ടം.
2, എപ്പോഴും സന്തോഷിപ്പീൻ. 3, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. 4, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അതിനെക്കുറിച്ചെല്ലാം ചില കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചു. നമുക്ക് അടുത്തതിലേക്ക് വരാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം മുതൽ വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം മുതൽ. ദൈവ ഇഷ്ടം എന്താണ്? ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ബുദ്ധിഹീനരാകരുത്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാകരുത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, എഫേസോസിൽ അന്നത്തെ ഏറ്റവും ആത്മനിറവുള്ള ഒരു സഭയാണ് എഫേസോസ് സഭ. ആത്മനിറവുള്ള സഭ. അപ്പോസ്തലനായ പൗലോസ് വിവിധ സഭകൾക്ക് ലേഖനം എഴുതിയതിൽ ആത്മനിറവുള്ള സഭയായിരുന്നു എഫേസോസിലെ സഭ. പക്ഷേ അവരോട് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ബുദ്ധിഹീനരാകരുത്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നത് എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളും സ്തുതികളാലും ആത്മാവ് നിങ്ങൾ നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയണം എന്ന് ആ സഭയെക്കുറിച്ച് അപ്പോസ്തലൻ ആവശ്യപ്പെടുകയാണ്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ആത്മനിറവ് പ്രാപിക്കണം. ഇത് നമുക്കൊരു പുതുമയല്ല, നാം ഇത് ധാരാളം ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. പരിശുദ്ധാത്മ നിറവ് എന്നുള്ളത്, ആത്മാവിൻ്റെ അഭിഷേകം എന്നുള്ളത് നമുക്ക് ദൈവം കൃപ ചെയ്ത് വചനത്തിൽ കൂടി ധാരാളം പ്രകാശം തന്നിട്ടുണ്ട്. ആത്മാവിൻ്റെ ഒരു നിറവിലേക്ക് നാം വന്നാൽ പിന്നെ നമുക്ക് അങ്കലാപ്പുണ്ടാവില്ല. പരിശുദ്ധാത്മാവ് തമ്മിൽ നിറഞ്ഞാൽ യാതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വന്നാൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു സമാധാനമായിരിക്കും. ആത്മാവിൻ്റെ നിറവ്, സ്തോത്രം, അതൊരു അസുലഭ ഭാഗ്യമാണ് എന്ന് ഞാൻ പറയട്ടെ. ആത്മാവിൻ്റെ നിറവ്, നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ ആഗ്രഹിക്കണം. വാസ്തവത്തിൽ ഇപ്പോൾ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പാത്രം ഉണ്ടെന്നിരിക്കട്ടെ. ആ പാത്രം നിങ്ങൾ നിവൃത്തി വെച്ചുകൊണ്ടിരുന്നാൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ പാത്രത്തിൽ വെള്ളം വന്ന് നിറയും. നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം വന്ന് നിറയും. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്ന് നിറയത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്നു വയ്ക്കണം. നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ അന്യ വിചാരങ്ങളെല്ലാം മാറ്റണം. ഹൃദയത്തിലുള്ളതായ അങ്കലാപ്പുകളും ആവലാതികളും ഭയപ്പാടുകളും സംശയങ്ങളും എല്ലാം മാറ്റണം. ഹൃദയത്തിലുള്ളതായ അവിശ്വാസം മാറ്റണം. ഞാൻ ചിന്തിച്ചൊരു വളരെ രസകരമായ കാര്യമാണ്. ഞാൻ എൻ്റെ നാവ് കൊണ്ട് ധാരാളം വചനം പറഞ്ഞു, വചനം അനേകർ കേട്ടു. പക്ഷേ ഇതേ നാവ് കൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞ ചില വാക്കുകൾ ചിലർക്ക് സംശയം ഉണ്ടാക്കി. അപ്പം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആദ്യം പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ല. വിശ്വസിച്ചിരുന്നെങ്കിൽ ആത്മനിറവ് പ്രാപിക്കാമായിരുന്നു. ആത്മാവിൻ്റെ ശബ്ദം കേട്ട് വിശ്വസിക്കുക. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനം കേട്ട് വിശ്വസിക്കുക. ആട്ടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ നിറവെനിക്ക് വേണമെന്ന്? വാസ്തവമായി ആഗ്രഹിച്ചിട്ടുണ്ടോ?
പലരും അതിന് തയ്യാറല്ല. കാരണം അത് കോസ്റ്റ്ലിയാണ്, അത് ഇത്തിരി വില കൂടിയതാണ്, വിലയേറിയതാണ്. പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിക്കുക എന്ന് വെച്ചാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. അത് സോ കോസ്റ്റ്ലി, വളരെ വിലയേറിയതാണ്. ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ എളുപ്പമായൊരു കാര്യവുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അതൊരു അഭിഷേകമാണ്. അത് പ്രാപിക്കാൻ വലിയ ദാഹം വേണം, വലിയ ദാഹം. ആത്മാവിനെ പ്രാപിക്കാനുള്ളതായ ദാഹം നമുക്ക് വരണം. ആത്മാവിനെ പ്രാപിക്കാനുള്ളതായ പ്രാർത്ഥന വേണം, ആത്മാവിനെ പ്രാപിക്കാനുള്ളതായ ദാഹം വേണം. എൻ്റെ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വാസ്തവമായി അങ്ങനെ ഒരു ദാഹമുണ്ടോ? എനിക്ക് ആ പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിക്കണം. എനിക്ക് പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ച് ക്രിസ്തുവിനോട് അടുത്ത് നിൽക്കണം. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവേ, അപ്പാ, നിങ്ങളുടെ ഭാരങ്ങൾ പറയാനായിട്ട് നിങ്ങൾ കർശനം ചെയ്തിട്ട് അപ്പാ എന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആകുലങ്ങൾ പറയാനായിട്ട് അപ്പാ എന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? മറ്റാരും കേൾക്കണ്ട, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം പകർന്നിട്ടുണ്ടോ? നിങ്ങൾ അനേകരങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അനേകർ. കാരണം നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന ഓരോരുത്തരും അനേകം പേരും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിക്കുന്നവരാണ്, പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ ഈ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്ത് വില കൊടുത്തും എനിക്ക് ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്ത് വില കൊടുത്തും. അതിനുവേണ്ടി നിങ്ങൾ ഉപവാസം എടുത്തിട്ടുണ്ടോ? അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ശോധന ചെയ്തിട്ടുണ്ടോ? അപ്പോസ്തലൻ പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകരുത്. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ഈ നല്ലപോലെ അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമാകുകയില്ല എന്ന് ആളുകൾ വിചാരിക്കുന്നതായ രോഗങ്ങൾ വരുമ്പോഴും ഈ ആത്മാവിന് നിറവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവോടെ വ്യാപരിക്കും, പരിശുദ്ധാത്മാവോടെ പ്രവർത്തിക്കും. നിങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് നിറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ലഭിക്കും. അവിടെ പരീക്ഷാ ഹാളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ലഭിച്ച് നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥനയോടുകൂടി പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിരന്തരം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാൻ B.Ed പരീക്ഷയ്ക്ക് അന്ന് സുമാർ അഴീക്കോടാണ് പ്രിൻസിപ്പൽ. B.Ed പരീക്ഷയ്ക്ക് ഇരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. അന്നൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. കർത്താവേ, നീ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നീ എൻ്റെ പേനയിൽ തുടരണമേ എന്നേ പറഞ്ഞുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്ന് 3 മണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിയത് 103 പേജാണ്. അതൊരു അത്ഭുതമായിരുന്നു. ക്ലാസ്സിൽ പരീക്ഷാ പേപ്പർ നോക്കി സാറ് വന്നു, എല്ലാവരെയും വിളിച്ച് പേപ്പർ കൊടുത്തു. എൻ്റെ പേര് വിളിക്കുന്നില്ല. ഞാൻ അമ്പരന്ന് പോയി, ഞാൻ പരിഭ്രമിച്ചു പോയി. അത് കഴിഞ്ഞ് സാറ് സ്വസിദ്ധമായൊരു ചിരിയോടെ, ചിരി അദ്ദേഹത്തിനുണ്ട്, ഒരു പ്രത്യേകതരം ചിരിയുണ്ട്. ഞാൻ വളരെ ആദരിക്കുന്ന മനുഷ്യനാണ് കേട്ടോ, ഡോക്ടർ സുമാർ അഴീക്കോട്. അദ്ദേഹം എൻ്റെ നേരെ നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ശരിക്ക് ശ്രദ്ധിച്ച ഒരു വിദ്യാർത്ഥിയുണ്ട്, അത് യോഹന്നാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പേപ്പർ എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഫൈനൽ എക്സാമിനേഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. അങ്ങനെ ഉയർന്ന നിലയിൽ പാസ്സായി. ഇത് പറയാൻ കാരണം, അന്ന് ആത്മനിർവൊന്നും ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല.
പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, കർത്താവ് എൻ്റെ കൂടെ വേണമെന്ന്, യേശുക്രിസ്തു എൻ്റെ കൂടെ വേണമെന്ന്. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പലരും വിദ്യാർത്ഥികളുണ്ടല്ലോ. യേശുക്രിസ്തു എൻ്റെ കൂടെ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം വരണം. യേശുക്രിസ്തു എൻ്റെ കൂടെ വരുന്നതിന് തടസ്സമായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ക്രിസ്തു എൻ്റെ കൂടെ വരുന്നതിന് തടസ്സമായി എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്തു എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന തടസ്സമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഏതെങ്കിലും തരത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവ് എൻ്റെ കൂടെ നിൽക്കുകയില്ല. എൻ്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ചിന്താഗതിയിൽ, എൻ്റെ മനോഭാവത്തിൽ എവിടെയെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവ് അവിടെ അടുത്ത് വരികയില്ല, ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിലുള്ളതായ അശുദ്ധി ഉണ്ടോ? ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും നീരസമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തു ചേർന്ന് വരികയില്ല, ഉറപ്പാണ്. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്നോട് ചേർന്ന് വരുന്ന തടസ്സമായി എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ പഴയ കഥകളെല്ലാം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അതെല്ലാം ഓർക്കുമ്പോഴും പറയുമ്പോഴും വലിയ സന്തോഷം. കാരണം എൻ്റെ ദൈവം നടത്തിയ വിധങ്ങൾ. സ്തോത്രം. പാടത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി അന്ന് നെല്ല് കൃഷി ചെയ്യാൻ എൻ്റെ ഇവിടുത്തെ നമ്മുടെ സ്വന്തം വേലക്കാർ തന്നെയാണ്. അവരുടെ മനോഭാവത്തോടെ എല്ലാ കർഷക തൊഴിലാളി യൂണിയൻ അവരെ പ്രേരിപ്പിച്ചു പണിയാൻ പോകണ്ടായിരുന്നു. അങ്ങനെ പാടത്ത് കൃഷി നടക്കുന്നില്ല. ഒരു വലിയ പ്രതിസന്ധി വന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഈ പറമ്പിൽ റബ്ബർ കൃഷി, അതിന് റബ്ബർ തൈ വെച്ചിട്ട് അതിൻ്റെ മണ്ണ് കിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേട്ടത് ഇവിടെ പണിയുന്നവരെ കയറ്റിവിടാൻ രാഷ്ട്രീയ ചായ്വുള്ള ആളുകൾ വരുന്നുവെന്ന്. വലിയൊരു പ്രക്ഷോഭം ഇവിടെ നടക്കുമെന്ന് മനസ്സിലായി. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ 2 ചാക്ക് നിറയെ കൽച്ചികളുകൾ കൊണ്ടുവന്നു. അങ്ങനെ അവർ വന്നാൽ അവർ എറിയാൻ. പണിയുന്ന വേലക്കാർ തൂമ്പയും എല്ലാമായിട്ട് ഒരുങ്ങി നിൽക്കുക. തൂമ്പ വരുന്നവരെ അവരെ കിളയ്ക്കാൻ, അവരെ അടിച്ച് വീഴ്ത്താൻ, തൂമ്പ കൊണ്ട് അവിടെ വെട്ടി വീഴ്ത്താൻ. വലിയൊരു ഭീകര അന്തരീക്ഷം അന്ന്. അത് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. ഞാൻ കൂടെ ഞാനകത്ത് കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേദവസ്തം തുറക്കും, വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും വേദവസ്തം വായിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പഴയ കഥകൾ പറയുന്നത് എന്താണെന്നറിയാമോ? അന്ന് എൻ്റെ കണ്ണീര് കണ്ട ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേട്ട ഒരു ദൈവമുണ്ട്. ഞാൻ മനസ്സ് നൊന്ത് വിങ്ങിയപ്പോൾ എൻ്റെ അരികത്തൊന്ന് ആശ്വസിച്ചൊരു ദൈവമുണ്ട്. ഓരോ പ്രാവശ്യം വേദവസ്തം വായിക്കുമ്പോഴെല്ലാം വേദവാക്യങ്ങൾ വായിച്ച് ഞാൻ ധൈര്യപ്പെട്ടു. ആ വേദവാക്യങ്ങളുടെ ധൈര്യത്തിൽ ഞാൻ പിന്നെയും ആശ്വാസം കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ജാതിയായിട്ട് വന്ന് ആക്രമിക്കാൻ വരാനിരുന്നവർ, അവർ പട്ടിപരുത്തുനിന്ന് ജാതിയായി പുറപ്പെടാൻ നേരത്ത് ജാഥ നിന്നു. അത് പുറപ്പെടാൻ തയ്യാറായി നിന്നു, നീങ്ങി തുടങ്ങി. അപ്പോൾ നേതാവ് അദ്ദേഹം പറഞ്ഞു, യോഹന്നാൻ സാറിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ജാഥ പിരിച്ചു വിട്ടു. കർത്താവ് അവിടെ പ്രവർത്തിച്ചു, യേശുക്രിസ്തു അവിടെ പ്രവർത്തിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കാലം കഴിഞ്ഞാണ് ഈ കൃഷിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു മടുപ്പ് വന്നത്. അങ്ങനെയാണ് നെൽകൃഷിയൊന്നും വേണ്ട എന്ന് വെച്ചത്. വിറ്റു, എല്ലാം നിലങ്ങളെല്ലാം വിറ്റു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അതിനുവേണ്ടി നാം കൊതിക്കണം. കർത്താവേ, നിൻ്റെ തിരുസാന്നിധ്യം എനിക്ക് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം.
എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിൻ്റെ സാന്നിധ്യക്ക് നഷ്ടപ്പെടരുത് നിങ്ങൾക്ക് ഒരു നിർബന്ധം വേണം. എന്തെല്ലാം പോയാലും, പൈസ പോയാലും, ആരോഗ്യം പോയാലും, പ്രിയപ്പെട്ടവർ പോയാലും, ആരെല്ലാം മാറിപ്പോയാലും എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണം. യേശുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടരുത്. കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഒരു ധാരണയിൽ നിന്നാൽ നിങ്ങൾക്കത് ആത്മനിറവിലേക്ക് വരുന്നതിന് സഹായമായി തീരും. ഇങ്ങനൊരു ചിന്തയുണ്ടായി എന്നുള്ളത് ആത്മനിറവ് പ്രാപിക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു ചിന്ത ഇല്ലാതെ ആത്മനിറവ് കിട്ടുകയില്ല. എന്ത് വന്നാലും ശരി, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി, എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം വേണമെന്നുള്ളതായ ചിന്ത നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങളുടെ ആത്മനിറവിലേക്ക് നിങ്ങൾ നടത്തും. ആത്മനിറവിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഈ നിറവ് എന്ന് പറയുന്നത് അതിനൊരു പരിമിതിയില്ല, അതിനൊരു അതിരില്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചെടുത്താൽ നിറവാണ്, ഒരു വലിയ കപ്പിലാണെങ്കിൽ നിറവാണ്, ഒരു ബക്കറ്റിലാണെങ്കിൽ നിറവാണ്, അല്ല ഒരു കിണറ്റിൽ ആണെങ്കിൽ നിറയെ വെള്ളം നിറവാണ്, അല്ല ഒരു തടാകത്തിലാണെങ്കിൽ അത് നിറവാണ്, അല്ല സമുദ്രത്തിലാണെങ്കിൽ നിറവാണ്. നിറവിനതിരില്ല, നിറവിനതിർത്തിയില്ല. നാം നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്താവേ എൻ്റെ ഈ മൺകൂടാരത്തിൽ നിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മൺകൂടാരത്തിൽ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നിറയണം. ബുദ്ധിഹീനരായ കർത്താവിൻ്റെ ഇഷ്ടവിനെന്ന് നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളുവീൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പാടിയും ആത്മാവ് നിറയുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ബുദ്ധിഹീനരായ കർത്താവിൻ്റെ ഇഷ്ടവിനെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. കർത്താവിൻ്റെ ഇഷ്ടവിനെന്ന് ഗ്രഹിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? ആത്മാവ് നിറയുക. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? എന്നെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ആത്മാവിൽ നിറയണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. എന്നിട്ട് സ്നേഹിതരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരെയും കർത്താവ് അതിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് നിർത്തുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ആത്മനിർഭർ പ്രാപിക്കണം. ആരെയും ഒഴിവാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും കർത്താവ് ചേർത്തണച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുറമേ ഒന്നും കാണില്ല. ശരീരത്തിൻ്റെ ഛായ മാറില്ല, മുഖഛായ മാറില്ല, അല്ല ഈവൻ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അതുപോലും, കൈയക്ഷരം പോലും മാറില്ല. അതൊക്കെ പഴയത് തന്നെ. പക്ഷെ പരിശുദ്ധാത്മാവിന് നിറവ് വരുമ്പോൾ വ്യത്യാസം വരും. വ്യത്യാസം അകത്താണ് രൂപാന്തരം. അകത്തൊരു വലിയ ശാന്തത. ഏത് സാഹചര്യത്തിലും മനസ്സ് പതറാതിരിക്കുന്ന ഒരു അവസ്ഥ. ഏത് സാഹചര്യത്തിലും മനസ്സ് ഉലയാതിരിക്കുന്നൊരു സ്ഥിതി. ഇത്ര കൊടിയ ആപത്ത് വന്നാലും മനസ്സ് പതറാതിരിക്കുന്നൊരവസ്ഥ. ഇത്ര കൊടിയ അപകടങ്ങൾ സംഭവിച്ചാലും മനസ്സ് പാളിപ്പോകാത്തൊരവസ്ഥ. ആത്മാവ് അകത്താണ്. ഈ ചെറിയ മൺകൂടാരത്തിനകത്ത്. ദൈവത്തിന് സ്തോത്രം. ഈ ചെറിയ ശരീരത്തിനുള്ളിൽ ഈ പരിശുദ്ധാത്മാവ് നിറയുക. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടമെന്നത് ഗ്രഹിച്ചു കൊള്ളുവീൻ. ആത്മാവ് നിറഞ്ഞവരായി തീരുവീൻ. ബുദ്ധിഹീനരാകരുത്. നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടമെന്നത് ഗ്രഹിച്ചു കൊള്ളുവീൻ. ആത്മാവ് നിറഞ്ഞവരായി തീരണം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ നിറവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം. പരിശുദ്ധാത്മാവിൻ നിറവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുമ്പോൾ അപ്പോൾ കൂടിയേ കഴിയൂ. പരിശുദ്ധാത്മാവ് അടുത്തു വരുന്ന തടസ്സമായിട്ടുള്ളതെല്ലാം മാറ്റണം, ശുദ്ധീകരണം പ്രാപിക്കണം, പാപങ്ങൾ മാറണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ, എൻ്റെ ആദരണീയരായ സ്നേഹിതരെ നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്ക് ഇന്ന് ആത്മാവ് അടുക്കൽ വരുന്നതിൻ്റെ തടസ്സമായി എന്താ ഉള്ളത്? എന്തെല്ലാം?
എല്ലാ മനോഭാവവും എല്ലാ ചിന്താഗതിയും പരിശുദ്ധാത്മാവ് അടുത്തു വരും തടസ്സമായിട്ടുള്ള എല്ലാ ചിന്താഗതികളും നിശ്ശേഷം മാറ്റിക്കളയുക. ഓരോന്ന് നമ്മൾ പെറുക്കിയെടുത്ത് മാറ്റിക്കളയുക. ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് തോന്നും ചിന്ത എങ്ങനെ ശരിയാകും, ചിന്തയിൽ തെറ്റ് വരുന്നു, പിടിച്ചാൽ കിട്ടുമോ ചിന്തയെ? അതിനാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറയുന്നത്. പ്രാർത്ഥന, നിർബന്ധപൂർവമായ പ്രാർത്ഥന, ലഭിച്ചേ അടങ്ങൂ എന്നുള്ള പ്രാർത്ഥന, പാപത്തിൻ്റെ ചിന്ത വരില്ല എന്നുള്ള തീരുമാനം, കർത്താവേ പാവയന്തി എന്നെ നശിപ്പിക്കരുതേ എന്നുള്ള പ്രാർത്ഥന, ദുഷ്ടപിശാചിൻ്റെ അകത്തേക്ക് വരാൻ ഇടവരല്ലേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആത്മാവിൽ നിന്നുള്ളവരായിത്തീരും. ഞാൻ ആശിക്കുന്നു നമ്മുടെ ഈ കൂട്ടായ്മ എഴുതുന്ന നിങ്ങൾ ഓരോരുത്തരും, വചനം കേൾക്കാൻ വരുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആശിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങളെ പരമസുഖം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടായ്മ ശക്തിയേറിയ കൂട്ടായ്മയായി മാറുന്നത്. ഇന്ന് ഇപ്പോൾ യോഗമുണ്ട്, വചനമുണ്ട്, വചനം കേൾക്കും, കൊള്ളാം, കുഴപ്പമില്ല, അതല്ല. അതിനപ്പുറത്ത് കർത്താവിൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ ആത്മനിർഭർ പ്രാപിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് കഴുകൽ പ്രാപിച്ച് പാവമില്ലാത്ത ജീവിതം തുടങ്ങി, അങ്ങനെ നിങ്ങളൊരു വിശുദ്ധ ജീവിതം തുടങ്ങി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് ലഭിക്കും. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. വിശ്വാസികളായിത്തീരുക, വിശുദ്ധരായിത്തീരുക. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ നിന്നുള്ളവരായി ഞങ്ങൾ തീരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ ആണിപ്പാടുകരം തഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവേ, മാനസിക രോഗമുള്ളവർക്ക് മാനസിക രോഗങ്ങൾ മാറ്റി കൊടുക്കണമേ. കർത്താവേ, ഭയപ്പാടിലിരിക്കുന്നവർക്ക്, ഭീതിയിൽ വലയുന്നവർക്ക് ഭയപ്പാട് മാറ്റിക്കൊടുക്കണമേ. കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.